Plant breeding for improved food quality. More than 840 million people in the world live a half-starved life, or they are unable to purchase the amount of food required for meeting their daily needs of energy and body development. The symptom which shows the deficiency of micronutrients, proteins and vitamins is called hidden hunger. If diets lacking essential micronutrients, particularly iron, vitamin A, iodine, and zinc, increases the risk for disease, reduces lifespan, and reduces mental abilities. It is therefore important to enhance nutritional quality of the crops. ലോകത്തിലെ 840 ദശലക്ഷത്തിലധികം ആളുകളും അവരുടെ ദൈനംദിന ആഹാരത്തിൽ നിന്ന് ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കാതെയും ആവശ്യമായ ഊർജം ലഭിക്കാതെയും കഴിയുന്നവരാണ്. ശരിയായ അളവിൽ വിറ്റാമിനുകളും പ്രോട്ടീനും മൈക്രോന്യൂട്രിയൻസും കിട്ടാതെ വരുമ്പോൾ ചില അപര്യാപ്തത രോഗങ്ങളുണ്ടാകും. അതിനെ ഹിഡൻ ഹങ്കർ എന്നാണ് പറയുന്നത്. ആഹാരത്തിൽ നിന്നും ശരിയായ അളവിൽ അയൺ, സിങ്ക്, അയഡിൻ, വൈറ്റമിൻ എ തുടങ്ങിയവ ലഭിക്കാതിരിക്കുന്നത് പലതരം അസുഖങ്ങൾ വരാനും ലൈഫ് സ്പാൻ കുറയാനും മെന്റൽ എബിലിറ്റീസ് കുറയാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് വിളകളുടെ പോഷക ഗുണം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിന് ഒരു റെമഡിയായിട്ടാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ. Breeding crops with increasing the nutritional qualities like vitamins, minerals, higher protein and healthier fat in crop is called biofortification. അതായത് വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും പ്രോട്ടീൻ്റെയും നല്ല ഫാറ്റ്സിൻ്റെയും പോഷകമൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ട് വിളകളെ വർഗസങ്കലനത്തിലൂടെ അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ബയോഫോർട്ടിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ: ഇംപ്രൂവിങ് പ്രോട്ടീൻ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി. പ്രോട്ടീൻ്റെ ഗുണവും നിലവാരവും മെച്ചപ്പെടുത്തുക. ഇംപ്രൂവിങ് ഓയിൽ കണ്ടന്റ് ആൻഡ് ക്വാളിറ്റി. ഓയിലിൻ്റെ, ഫാറ്റിൻ്റെ കണ്ടന്റും ക്വാളിറ്റിയും ഗുണമേന്മ വർദ്ധിപ്പിക്കുക. ഇംപ്രൂവിങ് വൈറ്റമിൻ കണ്ടന്റ്. വൈറ്റമിൻ്റെ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ഇംപ്രൂവിങ് മാക്രോ ന്യൂട്രിയൻ്റ് ആൻഡ് മിനറൽ കണ്ടന്റ്. മിനറൽ കണ്ടന്റിൻ്റെയും മാക്രോ ന്യൂട്രിയൻസിൻ്റെയും വർധനവ് വിളകളിൽ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ബയോഫോർട്ടിഫിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല വിളകളിലൂടെ നല്ല പ്ലാന്റ്സിനെ, ക്രോപ്സിനെ ബ്രീഡ് ചെയ്ത് അവരുടെ ന്യൂട്രീഷണൽ ക്വാളിറ്റീസ്, വൈറ്റമിൻസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും മിനറൽസിൻ്റെയും ഫാറ്റ്സിൻ്റെയും ഒക്കെ ന്യൂട്രീഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്ന പ്രോസസ്സാണ് ബയോഫോർട്ടിഫിക്കേഷൻ. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്ന ബയോഫോർട്ടിഫൈഡ് ക്രോപ്സിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് മെയ്സ് ഹൈബ്രിഡ്സ് ഉണ്ട്, അറ്റ്ലസ് 66 ഉണ്ട്, അയൺ ഫോർട്ടിഫൈഡ് റൈസ് തുടങ്ങിയവയെല്ലാം ബയോഫോർട്ടിഫിക്കേഷൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ബയോഫോർട്ടിഫൈഡ് ക്രോപ്സിൻ്റെ എക്സാമ്പിൾ അറ്റ്ലസ് 66, ബയോഫോർട്ടിഫൈഡ് വീറ്റ് വെറൈറ്റി. അയൺ ഫോർട്ടിഫൈഡ് റൈസ്, ഇത് സാധാരണ ഉള്ള വെറൈറ്റിയെക്കാളും ഇതിൽ 5 മടങ്ങ് കൂടുതൽ അയൺ ഉണ്ടായിരിക്കും. അതാണ് അയൺ ഫോർട്ടിഫൈഡ് റൈസ്. മെയ്സ് ഹൈബ്രിഡ്, twice the amount of the amino acid, lysine and tryptophan compared to the existing maize. ഇപ്പോഴുള്ള സാധാരണ എക്സിസ്റ്റ് ചെയ്യുന്ന മെയ്സിനേക്കാളും 2 മടങ്ങ് കൂടുതൽ അമിനോ ആസിഡ്സ്, ലൈസിൻ്റെയും ട്രിപ്റ്റോഫാൻ്റെയും അളവ് കൂടുതലായിരിക്കും ഈ ബയോഫോർട്ടിഫൈഡ് മെയ്സ് വെറൈറ്റി. വൈറ്റമിൻ എ എൻറിച്ച്ഡ് ക്യാരറ്റ്. വൈറ്റമിൻ എ എൻറിച്ച്ഡ് സ്പിനാച്ച്. വൈറ്റമിൻ സി എൻറിച്ച്ഡ് ബിറ്റർ ഗോഡ്. വൈറ്റമിൻ സി എൻറിച്ച്ഡ് ബാത്വ. ബാത്വ എന്ന് പറഞ്ഞാൽ ചീനപ്പൊടിയം എന്ന് പറയും. ഒരു സ്പിനാച്ചിൻ്റെ തന്നെ, ചീരയുടെ തന്നെ മറ്റൊരു വെറൈറ്റി, നോർത്ത് ഇന്ത്യയിലൊക്കെ കാണപ്പെടുന്ന മറ്റൊരു വെറൈറ്റിയാണ് ബാത്വ എന്ന് പറയുന്നത്. പ്രോട്ടീൻ എൻറിച്ച്ഡ് ബീൻസ്. സിംഗിൾ സെൽ പ്രോട്ടീൻ ഓർ SCP. The alternative method of raising food with high source of protein for
animal and human nutrition is called single cell protein. മനുഷ്യരുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ പോഷണത്തിന് വേണ്ടി പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഫുഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് SCP അഥവാ സിംഗിൾ സെൽ പ്രോട്ടീൻ. ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ കൂടുതൽ പ്രോട്ടീൻ ലഭ്യമാകും. ദി അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ: ഇറ്റ് ഈസ് ഈസി ടു ഗ്രോ. അതായത് ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ്, സാധാരണ സീവേജ്, പിന്നെ പൊട്ടറ്റോ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഫ്രൈസ്, ലേസ് അതുപോലുള്ള ഫുഡൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ അതായത് പൊട്ടറ്റോ അല്ലെങ്കിൽ സ്റ്റാർച്ച് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് പൊട്ടറ്റോ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടറിലൊക്കെ ഇത് പെട്ടെന്ന് ഗ്രോ ചെയ്യും. അതുപോലെ മൊളാസസ്, ശർക്കരപ്പാവ്, പിന്നെ വൈക്കോല്, അനിമൽ മാനുവർ, ഇതിലൊക്കെ ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ സാധിക്കും. പിന്നെ അതിൽ ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ കൂടുതൽ പ്രോട്ടീൻ, മിനറൽസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ് ഇതെല്ലാം ലഭ്യമാകും. സാധാരണ മറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഒന്നുകിൽ പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടാകും അല്ലെങ്കിൽ വൈറ്റമിൻസിൻ്റെ അഭാവം ഉണ്ടാകും. പക്ഷേ ഇത് കഴിക്കുന്നതിലൂടെ കൂടുതലായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ധാരാളമായിട്ട് ലഭിക്കും. ഈസി ആയിട്ട് അവൈലബിളും ആണ്. പിന്നെ ഇത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയുന്നതാണ് എക്സാമ്പിൾസ് ഓഫ് സിംഗിൾ സെൽ പ്രോട്ടീൻ പറയുന്നത് സ്പൈറുലിന എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. ഈ ആൽഗ അതിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സ്പൈറുലിന ടാബ്ലറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ വേറൊരു എക്സാമ്പിളാണ്, ഒരു മൈക്രോ ഓർഗാനിസമാണ് മീത്തൈലോഫിലസ് മീത്തൈലോട്രോഫസ്. ഇവിടെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 250 ഗ്രാം ഓഫ് മൈക്രോ ഓർഗാനിസം, മീത്തൈലോഫിലസ് മീത്തൈലോട്രോഫസ് എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം, അത് ആ 250 ഗ്രാം ഓഫ് മീത്തൈലോഫിലസ് മീത്തൈലോട്രോഫസ് 25 ടൺസ് ഓഫ് പ്രോട്ടീനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഹൈ ഈൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതിലൂടെ. ഈ സിംഗിൾ സെൽ പ്രോട്ടീൻ അവരുടെ ബയോമാസ് പ്രൊഡക്ഷനിലൂടെ, കൂടുതൽ ഉൽപ്പാദനത്തിലൂടെ കൂടുതൽ കൂടുതൽ ഓർഗാനിസംസ്, അതായത് ഈൽഡ് ഉണ്ടാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മറ്റൊരു എക്സാമ്പിളാണ് മഷ്റൂം, പിന്നെ ക്ലോറില്ല, വേറൊരു ആൽഗ, അതും ഈ സിംഗിൾ സെൽ പ്രോട്ടീന് ഉദാഹരണമാണ്. Tissue culture. It's an in vitro technique of regeneration of whole plants from any part of a plant by growing it in culture medium under sterile condition is called tissue culture. ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതായത് ടെസ്റ്റ് ട്യൂബിനകത്ത് കൂടുതൽ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻവിട്രോ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഇത് ഈ ടിഷ്യൂ കൾച്ചർക്ക് ഈ കൾച്ചർ മീഡിയം അഗർക്ക് സാധാരണ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയം, അതിനകത്ത് വൈറ്റമിൻ, സൂക്രോസ്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സൂക്രോസ് ഒക്കെ ഈ കൾച്ചർ മീഡിയത്തിൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇതൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഹോൾ പ്ലാന്റ്, ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ ഒരു ഹോൾ പ്ലാന്റ് ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ഹോൾ പ്ലാന്റ് ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഈ ടിഷ്യൂ കൾച്ചറിലൂടെ. അതായത് ഈ ടിഷ്യൂ കൾച്ചറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടി പൊട്ടൻസിയാണ്. വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി ടിഷ്യൂ കൾച്ചർ? സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ടോട്ടി പൊട്ടൻസി. ടോട്ടി പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ദി കപ്പാസിറ്റി ടു ജനറേറ്റ് ഹോൾ പ്ലാന്റ്സ് ഫ്രം എനി സെൽ ഓർ പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഏതെങ്കിലും ഒരു പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഒരു സെല്ലിൽ നിന്നും ഒരു ഹോൾ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ജനറേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത്. ഈ ടോട്ടി പൊട്ടൻസിയാണ് ആക്ച്വലി ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദി ടിഷ്യൂ കൾച്ചർ. But what is totipotency? It is the capacity to generate whole plant from any cell or part of a plant.
ഒരു പ്ലാന്റ് പാർട്ടിൽ നിന്നും ഒരു ഹോൾ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ആ പ്ലാന്റ് പാർട്ടിനെയാണ് ദ സെൽ ഓർ പ്ലാന്റ് പാർട്ട് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി ടിഷ്യൂ കൾച്ചർ ടു ജനറേറ്റ് ന്യൂ പ്ലാന്റ് ഈസ് കോൾഡ് എക്സ്പ്ലാന്റ്. ആ പ്ലാന്റ് പാർട്ട് ടിഷ്യൂ കൾച്ചറിൽ ഒരു ഹോൾ പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കാൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ് പാർട്ടിനെയാണ് പറയുന്നത് എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ലാർജ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ഇൻ ഷോർട്ട് ടൈം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ധാരാളം പ്ലാന്റ്ലെറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആയിരക്കണക്കിന് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ടിഷ്യൂ കൾച്ചറിലൂടെ കഴിയുന്ന മെത്തേഡിനെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് തൗസൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ത്രൂ ടിഷ്യൂ കൾച്ചർ ഈസ് കോൾഡ് മൈക്രോ പ്രൊപ്പഗേഷൻ. പിന്നെ അതായത് ടിഷ്യൂ കൾച്ചറിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദി ഒറിജിനൽ പ്ലാന്റ് ഫ്രം വിച്ച് ദേ ആർ ഗ്രോൺ. അതായത് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ടിഷ്യൂ കൾച്ചർ ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദി ഒറിജിനൽ പ്ലാന്റ് ഫ്രം വിച്ച് ദേ ആർ ഗ്രോൺ. ഒരു പ്ലാന്റ് ഏതിൽ നിന്നാണോ വളർന്നു വന്നത് അതായത് ടിഷ്യൂ കൾച്ചറിലൂടെ വളർന്നു വരുന്ന ആ ഒരു പ്ലാന്റ്ലെറ്റ്, ഒരു തൈ എന്ന് പറയുന്നത് അത് ഏതിൽ നിന്നാണോ വളർന്നു വരുന്നത് അതിനോട് ജനിതകപരമായി വളരെ സാദൃശ്യമുള്ളതായിരിക്കും. അതുകൊണ്ട് അവയെ സോമാ ക്ലോൺസ് എന്നാണ് പറയുന്നത്. ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദി ഒറിജിനൽ പ്ലാന്റ് ഫ്രം വിച്ച് ദേ ആർ ഗ്രോൺ. അതുകൊണ്ട് അവരെ, അതായത് പാരന്റുമായിട്ട് വളരെ ജനിതകപരമായി സാദൃശ്യം പുലർത്തുന്നത് കൊണ്ട് ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്തു വരുന്ന പ്ലാന്റ്സിനെ സോമാ ക്ലോൺസ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ടിഷ്യൂ കൾച്ചറിലൂടെ തന്നെ ഒരു ഡിസീസ് ആയിട്ടുള്ള ഒരു വൈറസ് അറ്റാക്ക് കൊണ്ട്, അതായത് ഒരു ഡിസീസ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ നിന്നും ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വൈറസ് അറ്റാക്ക് ഓർ ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്നും ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ ഇതിനെ റിക്കവർ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ അവിടെ എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് മെരിസ്റ്റം ആണ്. മെരിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. എപ്പിക്കൽ മെരിസ്റ്റം, ആക്സിലറി മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, എപ്പിക്കൽ ഓർ ആക്സിലറി, ഇന്റർകാലറി, ലാറ്ററൽ മെരിസ്റ്റംസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മെരിസ്റ്റംസ് എന്ന് പറയുന്നത് ദേ ആർ ഡിവോയിഡ് ഓഫ് വൈറൽ അറ്റാക്ക്. വൈറസിന്റെ അറ്റാക്കിൽ നിന്നും ഡിവോയിഡ്, മുക്തരാണ് ഈ മെരിസ്റ്റംസിനെ വൈറസ് അറ്റാക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഒരു പ്ലാന്റ് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് നശിച്ചു പോയാലും അവരുടെ മെരിസ്റ്റം വൈറസ് ഫ്രീ ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ആ മെരിസ്റ്റം എടുത്ത്, ഇപ്പോൾ എപ്പിക്കൽ ഓർ ആക്സിലറി മെരിസ്റ്റം എടുത്ത് കൾച്ചർ ചെയ്താൽ, ആ മെരിസ്റ്റത്തിനെ എക്സ്പ്ലാന്റ് ആയിട്ട് ഉപയോഗിച്ച് അതിനെ കൾച്ചർ ചെയ്താൽ, മെരിസ്റ്റം കൾച്ചർ ചെയ്താൽ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നും ഡിസീസ് ഫ്രീ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്ലെറ്റിനെ ഉൽപ്പാദിപ്പിക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാൻ സാധിക്കും. അതാണ് മെരിസ്റ്റം കൾച്ചറിൽ പറയുന്നത്. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ, the process of fusion of protoplast of somatic cells of different varieties of plants having desirable character in a suitable nutrient medium is called somatic hybridization. അതായത് അഭിലഷണീയമായ ഗുണങ്ങളുള്ള പ്ലാന്റ്സിൻ്റെ സൊമാറ്റിക് സെൽസിൽ നിന്നും, അതായത് സാധാരണയുള്ള സെൽസിൽ നിന്നും സെൽസിൻ്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ ഫ്യൂസ് ചെയ്യിപ്പിച്ച് പുതിയൊരു പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കുന്ന മെത്തേഡാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ സെല്ലിൻ്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റ് സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷനാണ് അവിടെ നടക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൊമാറ്റിക് ഹൈബ്രിഡ്സ് ആയിരിക്കും.
അതായത് ഇപ്പോൾ രണ്ട് പ്ലാന്റ്സിനെ അല്ലെങ്കിൽ സെല്ലിനെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സെൽ വാള് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്യിക്കുന്നു. അതിന് ഇപ്പോൾ പെക്റ്റിനൈസോ സെല്ലുലൈസോ എന്ന് പറഞ്ഞ എൻസൈംസ് ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ സെൽ വാള് ഡൈജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അപ്പോൾ അതിൻ്റെ പ്രോട്ടോപ്ലാസം പിന്നെ ഉണ്ടായിരിക്കും. ഈ പ്രോട്ടോപ്ലാസത്തിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. ഈ ഐസൊലേറ്റ് ചെയ്ത പ്രോട്ടോപ്ലാസത്തിനെ, രണ്ട് വ്യത്യസ്ത വെറൈറ്റിയിലുള്ള സെല്ലാണ് എന്ന് ഓർമ്മിക്കണം. ഈ സെല്ലിൻ്റെ സെൽ വാള് ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം കാണുന്ന പ്രോട്ടോപ്ലാസത്തിനെ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ചില സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യും. പോളിയെത്തിലിൻ ഗ്ലൈക്കോൾ എന്നൊക്കെ പറയുന്ന ചില സൊല്യൂഷനൊക്കെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. എന്നിട്ട് ഒരു ഹൈബ്രിഡ് ഉണ്ടാകും. ഇത് പിന്നെ സെൽ വാളൊക്കെ റീജനറേറ്റ് ചെയ്ത് ഒരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നു. ഇതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ പറയുന്നത്. ഇതിലെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് ടൊമാറ്റോയും പൊട്ടറ്റോയും കൂടി സൊമാറ്റിക് ഹൈബ്രിഡൈസേഷന് വിധേയമാക്കി അവരുടെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യിപ്പിച്ച് ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കി. അതാണ് പൊമാറ്റോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പൊമാറ്റോയ്ക്ക് ഡിസൈറബിളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ലഭിക്കായകയാൽ അത് മാർക്കറ്റിലൊന്നും എത്തിയില്ല. അതൊരു കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷനൊന്നും അത് ഉയർന്നു വന്നില്ല. അതിൻ്റെ ഡിസൈർഡ് കോമ്പിനേഷൻ അതിന് ലഭിച്ചില്ല. പക്ഷേ ഇങ്ങനെയാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ പറയുന്നത്. ദാറ്റ്സ് ഓൾ.